ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്ങോട് വികാസവാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് വെറും 15 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോ പാർക്കിനോട് എത്ര അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു ചെറിയ പ്രൈവറ്റ് റോഡുകളാണ്, അത്യാവശ്യം വണ്ടികൾ കടന്നു പോകുന്ന വഴിയാണ്. അതുകൊണ്ട് ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ളൊരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരൊറ്റ ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് 3 വീടുകൾ വരുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് റോഡിൽ നിന്ന് എടുക്കാൻ കുറച്ച് പരിമിതികളുണ്ട്, കാരണം വണ്ടികൾ പാസ് ചെയ്ത് പോകുന്ന സമയമാണ്. എങ്കിലും ഇതിന് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ഒറ്റ വലിയൊരു കോമ്പൗണ്ടാണ്, ഒരു ഗേറ്റഡ് വില്ലയാണ്. ആ ഒരു ഗേറ്റഡ് വില്ലയുടെ അകത്ത് 3 വില്ലകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് ഡീറ്റെയിൽ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഫസ്റ്റ് കാണുന്ന ഈ വില്ല എന്ന് പറയുന്നത് 4 സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന 3 ബെഡ്റൂമിന്റെ ഒരു വില്ലയാണ് ഈ കാണുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന വില്ല എന്ന് പറയുന്നത് 3.5 സെന്റില് 3 ബെഡ്റൂമിന്റെ ഒരു വില്ലയാണ് നിങ്ങൾ കാണുന്നത്. ലാസ്റ്റ് വൺ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ 5.5 സെന്റില് 4 ബെഡ്റൂമിൽ തീർത്തിരിക്കുന്ന വില്ലകളാണ്. അപ്പോൾ ഒരു ഒറ്റ കോമ്പൗണ്ടിനകത്ത് 2-3 ബെഡ്റൂമിന്റെയും ഒരു 4 ബെഡ്റൂമിന്റെയും വീടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി അധികം പുറത്തു നിന്ന് സംസാരിക്കാതെ വീടിനകത്തേക്ക് കയറാം, കാരണം കുറച്ച് സൗണ്ടിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വീടിന്റെ എലിവേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് 3 വീടുകളുടെയും ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്ക് വന്നിട്ടുണ്ട്. അങ്ങിങ്ങായിട്ട് ചെറിയ വുഡൻ പാനലിംഗ് ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. വീടുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ വീടിനും വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിണർ അവർ കൊടുത്തിട്ടുണ്ട്. ഓരോ വീട്ടിലും ഓരോ കിണറുകൾ വെച്ച് 3 കിണറുകളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീടുകൾക്കും കിട്ടുന്നുണ്ട്. അതുകൂടാതെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് ആണ്. ഒരു വീടിന് എങ്ങനെ നോക്കിയാലും നമുക്ക് 2 വണ്ടികൾ വെച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വില്ലയിൽ 2 വെഹിക്കിൾ പാർക്ക് ചെയ്യാം, അടുത്ത വില്ലയിൽ 2 വെഹിക്കിൾ പാർക്ക് ചെയ്യാം, മറ്റുള്ള വില്ലകളിലും ഏകദേശം 2 വണ്ടികൾ പാർക്ക് ചെയ്യാം. ടോട്ടൽ 3 വില്ലകൾക്കും കൂടി 6 കാറുകൾ പാർക്ക് ചെയ്യാം. അത് കൂടാതെ ഇൻ കേസ് നമ്മുടെ ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു 2 വണ്ടിയെ കൂടി വീണ്ടും നമുക്ക് ഉൾക്കൊള്ളാൻ അത്ര സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടലി നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ ഒരു 3 വീടുകൾക്കും കൂടി ഒരു 7-8 കാറുകൾ വരെ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ആണ് ഈ ഒരു 3 വീടുകളിലുമായിട്ട് ഈ ഒരു ഗേറ്റഡ് വില്ലക്കകത്ത് ചെയ്തിരിക്കുന്നത്. കവേർഡ് പോർച്ചായിട്ടും ചെയ്തിട്ടുണ്ട്, ഓപ്പൺ സ്പേസ് ആയിട്ടും ഒക്കെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു 3 വില്ലകൾ വരെ ചെയ്തിരിക്കുന്നത്. വില്ലകളുടെയൊക്കെ സറൗണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു കാർ പാർക്കിംഗ് സ്പേസും അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള ഏരിയകൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ 3 വീടുകളുടെയും ഇന്റീരിയറും എല്ലാം ഞാൻ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതിനായിട്ട് ഈ ഒരു വീടിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ വീട് എന്ന് പറയുന്നത് ഒരു 4 സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അപ്പൊ വീടിന്റെ കാർ പോർച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആ ഒരു സിറ്റ് ഔട്ടിന്റെ ഏരിയയും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ ആയിട്ട് ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെയാണ് സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗവും കാർ പോർച്ചിന്റെ ആ സൈഡ് വരുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ നേരെ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് സിറ്റ് ഔട്ടിൽ ഇട്ടിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ടൈലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്ന സമയത്ത് വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഒരു ഒറ്റ ഫ്രെയിമിലായിട്ട് തീർത്തിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ് വീടിനുള്ളത്. ഞാനിപ്പോൾ ഈ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാണ്, ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്.
ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നേരെ കയറി വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരു വലിയ വിൻഡോ ആണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടും അവർ TV യൂണിറ്റിനുള്ള ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിന് ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്ത് ഈ ഒരു വോളിലായിട്ടാണെന്നുണ്ടെങ്കിലും വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് വളരെ മനോഹരമാക്കിയിട്ട് ഈ ഒരു ഭാഗത്തും ഇങ്ങനെ ഒരു TV യൂണിറ്റിനുള്ള ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഏത് സൈഡിൽ വേണം TV വെക്കാം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഇവിടുത്തെ റൂഫിൽ വന്നിട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള ടൈലിന്റെ കൂടെ വുഡൻ ഫിനിഷോട് കൂടി ഒരു ടൈല് അതിന്റെ മിഡിലായിട്ട് വളരെ ഭംഗിയായിട്ട് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഈ ഒരു വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു കൊളോണിയൽ ഒരു യൂറോപ്യൻ സ്റ്റൈലൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു വീടിന്റെ ലുക്ക് നമുക്ക് പെട്ടെന്ന് തോന്നും. ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഇന്റീരിയർ വർക്കുകൾ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന ഭാഗത്ത് ആ ഒരു എൻട്രൻസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വുഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള ആ ഒരു മൾട്ടി വുഡിന്റെ ഡിസൈനോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ LED ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല രസമായിട്ട് തന്നെയാണ് ആ ഒരു വർക്ക് അവർ ചെയ്തിരിക്കുന്നത്. ഈ വീടിന് 3 ബെഡ്റൂമുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ വരുന്ന ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പാസേജ് പോലെ കടന്നിട്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചുറ്റിലും നല്ല രീതിയിൽ തന്നെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു റൂമിലേക്കുള്ള എയർ സർക്കുലേഷനും വെളിച്ചവും ഒക്കെ അവർ പോസിബിൾ ആക്കിയിരിക്കുന്നത്. ഇവിടുത്തെ മുകളിൽ റൂഫിൽ വന്നിട്ടാണെങ്കിലും അത്യാവശ്യത്തിന് സ്റ്റാൻഡേർഡ് ആയ രീതിയിലുള്ള വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ടോപ്പിൽ മാത്രമല്ല, കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും അവർ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഹാൻഡിൽസ് ഒക്കെ വെച്ചിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള എടുത്തു കാണിക്കുന്ന ഒരു റെഡ് ആൻഡ് ഒരു വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ടൈലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയ ഒരു കമ്പനിയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിനകത്തൊക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസും കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡൈനിങ്ങിന്റെ ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന വഴിക്ക് നമ്മളുടെ ഈ ഒരു വോളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. പ്രത്യേകിച്ച് അധികം വീടുകളിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു വർക്കൊക്കെയാണ്. ഒരു ചെറിയൊരു ഷെൽഫ് പോലെ കുറച്ച് സ്പേസ് അവരിങ്ങനെ അകത്തേക്ക് തള്ളിയിട്ട് ആ കാണുന്ന ഓരോ കോർണറിലും LED സ്ട്രിപ്പുകളൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡൈനിങ് ഏരിയയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് ഡൈനിങ് ഏരിയ. നമുക്കൊരു 7-8 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ടേബിൾ ഇടാവുന്ന വലിയൊരു സ്പേസ് തന്നെയാണ് ഡൈനിങ്ങിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മനോഹരമാക്കുന്നത് ഇതിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. അതിനകത്തിപ്പം ഫ്ലോർ ടൈലിന്റെ കാര്യമാണെങ്കിലും ആ ടൈലുകളുടെ കോമ്പിനേഷൻ, അതുപോലെ നമ്മളുടെ ഈ ഒരു നമ്മളുടെ ഡൈനിങ് ഹാളിൽ വന്നിട്ടാണെങ്കിലും ഈ വാഷ് ബേസിലൊക്കെ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തുള്ള വർക്കുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ബ്രിക്കിന്റെ മോഡലുള്ള വർക്കുകളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു യൂറോപ്യൻ സ്റ്റൈൽ പോലെ നമുക്ക് തോന്നും വീടിന്റെ ഒരു ഇന്റീരിയർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗത്താണ് നല്ല രീതിയിൽ തന്നെ അവർ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ഈ ഇരിക്കുന്ന വാഷ് ബേസിൻ ജഗ്വാറിന്റെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഭാഗത്താണെന്നുണ്ടെങ്കിലും ഷെൽഫുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ട് ആ ഏരിയ അവർ യൂട്ടിലൈസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സ്റ്റെപ്പിന്റെ താഴെയുള്ള ഈ ഭാഗവും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കബോർഡുകളുടെ കളറാണെന്നുണ്ടെങ്കിലും ഫ്ലോറിന്റെ ടൈലിന്റെ കളർ എല്ലാം കൂടി ഒരു മാച്ച് ചെയ്ത് പോകുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ വന്നിട്ടാണെങ്കിലും ആ വുഡൻ പാനലിംഗ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ചെറിയ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് അവർ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ ഈ സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 വിൻഡോസ് പ്ലസ് ഒരു മിഡിൽ ഒരു ഡോറും കൂടി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്ത് ടോപ്പിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ജനാലകൾ 2 സൈഡിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുകൂടാതെ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പുറത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് നടന്നു പോകാനായിട്ട് സ്റ്റെപ്പുകളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് അതിനകത്തൊക്കെ നല്ല ഭംഗിയുള്ള പെബിൾസും ഒക്കെ ഇട്ടിട്ടാണ് അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. അപ്പം ഈ വഴി നമുക്കങ്ങ് പോകുന്ന സമയത്ത് വീടിന്റെ വർക്ക് ഏരിയ സ്പേസിലേക്കും ചെല്ലാം. ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ എക്സ്ട്രാ കിടക്കുന്ന ഏരിയകളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷനുകളാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഈ അകത്തുള്ള ഭാഗത്തൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ചെറിയതായിട്ട് ഷെൽഫുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഈ ഒരു ഭാഗം ഉപയോഗിക്കാവുന്നതാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ടൈലിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ആ ഒരു വുഡൻ ഫിനിഷോട് കൂടിയ ഗ്രിപ്പുള്ള ടൈലാണ് കിച്ചണിൽ ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ കിച്ചണിനകത്തുള്ള ആ ഒരു കബോർഡുകളാണെന്നുണ്ടെങ്കിലും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം ആണെങ്കിലും നല്ല ബ്ലാക്ക് കളറിലുള്ള കബോർഡുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് എടുത്തു കാണിക്കുന്ന രീതിയിൽ തന്നെ നല്ലൊരു കളറാണ്. ഒരു ബ്ലാക്കിന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, ഒരു സിൽവർ കൂടി മിക്സ്ചർ ആയിട്ടുള്ള ഒരു കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി അവിടെ ചിമ്മിണി എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കബോർഡുകൾക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് ഇവിടുത്തെ കിച്ചണിന്റെ ആ ഒരു ഫുള്ള് അവർ സറൗണ്ടിങ് ഏരിയക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറികളൊക്കെ താഴെ വീണാലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, ഭിത്തിയിലാകുന്നുള്ള ഒരു പേടി വേണ്ട. കബോർഡുകളെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ലെയറിലായിട്ടാണ്, മുകളിൽ 2 ലെയർ, താഴെ ഒരു ലെയർ, നിറയെ കബോർഡുകളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് സൂക്ഷിക്കാനുള്ള ഫെസിലിറ്റികളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇവിടെ 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. സിങ്ക് വിത്ത് 2 പൈപ്പ് കണക്ഷനും കൂടിയാണ് അവരിവിടെ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. കിച്ചൺ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. ഒരു നീളത്തിലുള്ള ലെങ്തി വർക്ക് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ മുകളിലാണെങ്കിലും സൈഡും ഒക്കെ കവർ ചെയ്ത് സെപ്പറേറ്റ് ഡോറൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ കണ്ട അതേ ടൈലിന്റെ ആ ഒരു വുഡൻ ഫിനിഷിംഗ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഇതിൻ്റെ ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അയണിൽ ചെയ്തിട്ട് അതിനകത്ത് നല്ല വുഡിൻ്റെ ഫിനിഷാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മരത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിൽ പോലെയാണ് ഇത് തോന്നുന്നത്. നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറോട് കൂടിയ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് കാണാം. അത് പെർഗോള മോഡലിൽ ചെയ്തിട്ട് ഗ്ലാസ് വെച്ചിട്ട് അവർ കവർ ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് വീടിനകത്തേക്ക് വരാനായിട്ട് അത് നമുക്ക് സഹായിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഷോ ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇവിടെ ഒരു ഡോറ് നിങ്ങൾക്ക് കാണാം. ഈ ഡോർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഏരിയയാണ്. ആ ഒരു ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ ഒരു വുഡൻ ഫിനിഷോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പാണ് ആ കാണുന്നത്. അതൊരു ജസ്റ്റ് ടെറസ് ഇങ്ങനെ അവർ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ നടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ചെറിയ അകത്തേക്ക് കുറച്ച് സ്പേസ് തള്ളിയിട്ട് ഒരു റീഡിംഗ് ടേബിൾ പോലെ ഒരു ജസ്റ്റ് ഒരു വുഡിൻ്റെ വർക്ക് കൂടി അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ റൂഫിലൊക്കെ ആണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങോട്ട് നേരെ കടന്നു വരുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ ഹാളാണ് കാണുന്നത്. ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വയ്ക്കാനുള്ള ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്ന വിൻഡോസ് എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് നമ്മൾ നോർമലി കാണുന്ന വിൻഡോസിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒറ്റ ഗ്ലാസ്സിലുള്ള വിൻഡോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, പക്ഷേ ഇതൊരെണ്ണം ഫിക്സ്ഡ് ആയിട്ടുമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമ്മൾ താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകൾ വശത്തായിട്ടാണ് ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാളിൽ നിന്നും ലെഫ്റ്റും റൈറ്റും ആയിട്ട് 2 ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കാണുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഹാളിൽ നിന്നും തുറക്കുന്ന ഒരു ഡോറാണുള്ളത്. അത് നേരെ ചെല്ലുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ഭയങ്കര സൗണ്ട് വഴിയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ ആ ഒരു മുകൾ ഭാഗത്തെല്ലാം തന്നെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ അയണിലാണ് ചെയ്തിരിക്കുന്നതും അതും കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം നിറയെ വീടുകളുള്ള ഏരിയ തന്നെയാണ്. അടുത്തടുത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന ഒരു 3 വില്ലകളും സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു സ്പേസിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് 2 ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം നമുക്ക് ആദ്യം കാണാം. ഡോറിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ നല്ല വിശാലമായൊരു ബെഡ്റൂമിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. ഇതിന് ഈ ഭാഗത്ത് വന്നിട്ടാണ് വിൻഡോസും ഡോഴ്സും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മിഡിലുള്ള ഈ ഒരു ഡോർ വന്നിട്ട് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാൽക്കണി സ്പേസിലേക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ വാർഡ്രോബാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിൽ വന്നിട്ടാണെങ്കിലും റൂഫിൽ അത്യാവശ്യത്തിനുള്ള വർക്കുകൾ ചെയ്തിട്ടാണ് LED ലൈറ്റുകളൊക്കെ അവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറിൻ്റെ മോഡൽ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഈ ബാത്റൂമിനകത്തുള്ള ടൈലുകളെല്ലാം തന്നെ വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് ഒരു സിൽവർ കളറോട് കൂടി വൈറ്റും സിൽവർ എല്ലാം കൂടെ കൂടി ഒരു ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ജെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം കണ്ടു. ആ ഒരു ബെഡ്റൂമിനെ നേരെ ഫേസ് ചെയ്താണ് ഇവിടുത്തെ അടുത്ത ബെഡ്റൂം. ഇതാണ് ഇവിടുത്തെ 3rd ആൻഡ് ഫൈനൽ ബെഡ്റൂം. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ മോഡൽ തന്നെയാണ് അവരിവിടെയും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ഒരു ഓപ്പണിംഗ് ഇവിടെയും വരുന്നുണ്ട്. 2 വിൻഡോസും മിഡിലുള്ള ഒരു ഇത് വന്നിട്ട് നമുക്ക് ഡോറ് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇറങ്ങുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ബാൽക്കണി സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു ഡോർ തുറക്കുമ്പോൾ കിട്ടുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുള്ളത്. കൂടാതെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. സെയിം വാർഡ്രോബിൻ്റെ മോഡലൊക്കെ തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഭാഗത്താണ്. ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് വോളിലൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം കാണേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ 3 വില്ലകളുള്ളതിൽ ഒരു വില്ല മാത്രമാണ് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂമിൻ്റെ വീടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടപ്പുറത്തൊരു 3 ബെഡ്റൂമിൻ്റെ ഉണ്ട്. അത് കഴിഞ്ഞാൽ 4 ബെഡ്റൂമിൻ്റെ വീടാണുള്ളത്. 4 ബെഡ്റൂമിൻ്റെ വീടിൻ്റെയും മറ്റു 3 ബെഡ്റൂമിൻ്റെ വീടിൻ്റെയൊക്കെ ആണെങ്കിലും ഇൻറ്റീരിയർ വന്നിട്ട് ചെറിയ ചെറിയ ഡിഫറൻസുകളാണ് എല്ലാത്തിനും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ബാക്കി 4 ബെഡ്റൂമിൻ്റെ വീടിൻ്റെ ചെറിയൊരു പിക്ചർ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ആദ്യത്തെ വീട്, നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് കയറുന്ന സമയത്ത് ആദ്യത്തെ വീടെന്ന് പറയുന്നത് 4 സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയാണ്. ഇത് കഴിഞ്ഞാൽ ഇതിന് തൊട്ടടുത്ത് വരുന്നതും 3 ബെഡ്റൂമിൻ്റെ വീടാണ്. അതിന് ലാൻഡ് വരുന്നത് 3.5 സെൻറ്റാണ്. അതിന് 82 ലക്ഷം രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുന്നത് 5.5 സെൻറ്റിലുള്ള ലാൻഡാണ്. അത് 4 ബെഡ്റൂമാണ്. അതിന് 1,10 ലക്ഷം രൂപയാണ് വില പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 വീടുകളുടെയും പ്രൈസുകൾ ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓണറായിട്ടൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ആ ഒരു 4 ബെഡ്റൂമിൻ്റെ വീട് കൂടെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന വീടാണ് 4 ബെഡ്റൂമിൻ്റെ വീട്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2600 നമ്മൾ ആദ്യം കണ്ട 2 വീടുകളും 3 ബെഡ്റൂമിൻ്റെയാണ്. അതിൻ്റെ സ്ക്വയർ ഫീറ്റ് 1800 വരുന്നത്. നാല് ബെഡ്റൂമിൻ്റെ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, 1,10 ലക്ഷം രൂപയാണ്. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയറുകളുടെ എല്ലാം തന്നെ ഏകദേശം മെറ്റീരിയലുകളും മോഡലും ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും 1800 സ്ക്വയർ ഫീറ്റും 2600 സ്ക്വയർ ഫീറ്റും തമ്മിലുള്ള വീടിൻ്റെ അകത്തുള്ള ഒരു സ്പേസുകളുടെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതനുസരിച്ചിട്ടാണ് റേറ്റും കാര്യങ്ങളും ഒക്കെ അവർ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഒരേ ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് കിടക്കുന്ന 3 വീടുകളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ആദ്യത്തെ 2-3 ബെഡ്റൂമിന്റെ വീടുകൾ വന്നിട്ട് 1800 സ്ക്വയർ ഫീറ്റും ലാസ്റ്റ് വരുന്ന ഒരു വീട് വന്നിട്ട് നമുക്ക് 2600 സ്ക്വയർ ഫീറ്റിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന വില്ലകളുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 82 ലക്ഷം, 92 ലക്ഷം, 1,10,00,000 എന്നിങ്ങനെയുള്ള പ്രൈസ് കാറ്റഗറികളാണ് ഇതിനകത്തുള്ള വീടുകൾ കിടക്കുന്നത്. അപ്പോൾ ഈ വീടുകൾ നിങ്ങൾക്ക് കാണാനും വാങ്ങിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.